കോമള ഇതെന്താ രസമാ? രസം വെച്ചത് നല്ല മഴയും ഇവിടെ പനിയും ജലദോഷവും പനിയൊക്കെ അല്ലേ. ജലദോഷവും പനിക്കും പറ്റിയ ചാറാണ് രസം. അപ്പൊ ഇതില് ജീരകം, കുരുമുളക്, പിന്നെ എന്താണ് വെളുത്തുള്ളി, ചെറിയൊരു ഇഞ്ചി കഷ്ണം, പിന്നെ ലേശം മുളക് പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി, അതേപോലെ ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് എല്ലാം കൂടെ കായം, ലേശം ഉലുവ വറുത്ത് പൊടിച്ചത് എല്ലാം കൂടി ഇട്ടിട്ട് വെച്ചാണ്. ഞാൻ നോക്കട്ടെ ജലദോഷം എങ്ങനെയാ നോക്കി. പഴയ കാലത്തിന്റെ സാധാരണ കല്യാണ രസമല്ല അത്. അല്ല ഇത് ശരിക്കും ആയുർവേദ രസം തന്നെ അല്ലേ? നോക്കട്ടെ, നോക്കിട്ട് എങ്ങനെയാ പറഞ്ഞ നന്നായിട്ടുണ്ടാന്നുള്ളത്. എന്താ അത്? എരിവ് കൂടിയാ? എരിവ് വേണം. ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാ ഈ മൂക്കടപ്പ്, ചുമ, അതന്നെ തൊണ്ടയൊന്നും ഈ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങൾക്ക് പ്രാധാന്യമാണ് അല്ലേ? ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കണം. അതെ, നമ്മുടെ പഴയ കാലത്തൊക്കെ ചെയ്യില്ലേ? അതുപോലെ ഇന്നുള്ള മക്കൾക്കൊന്നും അറിയില്ല. ഇന്ന് രസം പറയുമ്പോ ഒരു സാധാരണ വീട്ടിൽ വെക്കുന്ന രസം, ഇത് അങ്ങനത്തെ രസമല്ല. അല്ല ആയുർവേദത്തിന്റെ ഒരുവിധം മരുന്നൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ഒരു 3 നേരം കഴിച്ചാൽ മതി അല്ലേ? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തിരിക്കും കഴിച്ചാൽ മതി. ഒന്നും ജലദോഷമൊക്കെ മാറിക്കിട്ടും. ഒരു ഗ്ലാസ് കുടിക്കണം. മാറും. നീ ആദ്യം കഴിക്കും. അമ്മൂന്റെ പണി കഴിക്കുക. ഡോക്ടറിന്റെ മരുന്ന് കഴിക്കുന്ന ഒരു ഭാഗം, ഡോക്ടറിന്റെ മരുന്ന് കഴിക്കുക. ഇത് വയറ്റിൽ തന്നു കഴിഞ്ഞാലേ വയറ്റിലുള്ളതായ കംപ്ലീറ്റ് എന്തറിയോ, ഈ മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ കഫക്കെട്ടങ്ങനെ പോകും. അതിന് രസം അത്യുത്തമമാണ്. അതാണ് അങ്ങനത്തെ അര ഗ്ലാസ് കുടിക്കുക. എന്നിട്ട് ചോറിന്റെ കൂടെ ഇത്തിരി ഒഴിച്ചിട്ട് അച്ഛൻ ഇട്ട് ഒഴിച്ചാ നന്നായി. പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ഉണ്ട്, എനിക്കടക്കം. മഴയും പിടിച്ചല്ലോ. മിഥുനമാസം തുടങ്ങാൻ പോകുന്നു. കർക്കിടക മിഥുനൊക്കെ നല്ല മഴ സമയം. ഈ മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ? ഈ സമയത്ത് എല്ലാവർക്കും ജലദോഷവും പനിയും മൂക്കടപ്പൊക്കെ ഉണ്ട്. അപ്പൊ സഹധർമ്മിണി ശ്രീമതി കോമളം മറ്റു കറികളൊന്നും വെച്ചില്ല. രസം വെച്ചിരിക്കുകയാണ്, അടിപൊളി രസം. ഇത് 3 നേരം കഴിക്കാനാ പറയുന്നത്. കഴിച്ചാൽ നല്ല തന്നെ. തൊണ്ടവേദന അതൊന്ന് വെച്ചിട്ട് പപ്പടം, പയറുപ്പേരി, ഇത് കൂട്ടി കഴിക്കാൻ. രസം 1 ഗ്ലാസ് കഴിക്കാനാണ്. 1 ഗ്ലാസ് ഞാൻ 1/2 ഗ്ലാസ് കുടിച്ചു. ഇനിയും കഴിക്കാം. നിങ്ങൾക്ക് കല്യാണത്തിന് വെക്കുന്ന രസം പോലെയല്ല, കുറച്ച് ആയുർവേദത്തിന്റെ മരുന്നും കൂടെ നിങ്ങൾക്കും അനുഭവമായിരിക്കും. ആ ഒരു കാഴ്ച നിങ്ങൾക്ക് പങ്കുവെച്ചു. വയ്യെങ്കിൽ ജലദോഷമോ മൂക്കടപ്പുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടോ, അത് വേറെ വിഷയം. ഇതുകൂടി കഴിച്ചാൽ വയറ്റിലെ തണുപ്പ് കൂടും, തണുപ്പ് മാറിക്കിട്ടും. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പെട്ട സ്വാമി നെന്മാറ സഹധർമ്മിണി ശ്രീമതി കോമളം, എന്റെ മക്കൾക്കൊപ്പം.